മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരാണ്ടായിരിക്കുന്നു. ഒരു വർഷം മുമ്പ് ഈ ദിവസം ആയിരുന്നു എല്ലാവരെയും വേദനിപ്പിച്ച ആ ദുരന്തം ഉണ്ടായത്. അതിൽ നിന്ന് ജീവിതം തിരികെ പിടിക്കുവാനുള്ള കഠിനമായ ശ്രമത്തിൽ ആണ് ദുരന്തബാധിതർ ആയിട്ടുള്ള ജനത. അങ്ങനെ അമ്മയും ഭാര്യയും മക്കളും സഹോദരനും അടക്കം 11 പേരെ നഷ്ടമായ നൗഫലിന് ജൂലൈ 30 എന്ന തീയതി എന്നും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നാണ്. എല്ലാം നഷ്ടമായ നൗഫലിനെ സമൂഹം ചേർത്ത് പിടിച്ചപ്പോൾ തൻ്റെ സംരംഭത്തിന് ജൂലൈ 30 എന്ന് പേര് നൽകിയാണ് നൗഫൽ തൻ്റെ നിത്യവേദനയെ അടയാളപ്പെടുത്തുന്നത്. CV അനുമോദിൻ്റെ റിപ്പോർട്ട്. മേപ്പാടിയിൽ നിന്ന് മുണ്ടക്കൈയുള്ള റോഡിൽ ഒരു വശത്ത് നമുക്ക് കാണാൻ പറ്റും ജൂലൈ 30 എന്ന ഒരു റെസ്റ്റോറൻറ്റ്. ജൂലൈ 30 എന്ന ഈ ഒരു ദിവസം ആർക്കും മറക്കാനാകില്ല. കാരണം മുണ്ടക്കൈയും ചുരുൾമലയൊക്കെ ഓർമ്മയായ ദിവസമാണ് ജൂലൈ 30. തൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ടതെല്ലാം ആ ദിവസം നഷ്ടമായ ഒരു വ്യക്തിയുടെയാണ് ഈ ഹോട്ടൽ. നൗഫൽക്കയാണത്. നൗഫൽക്ക വിദേശത്തായിരുന്നു. പക്ഷേ നൗഫൽക്കയുടെ പ്രിയപ്പെട്ടവരെല്ലാം, ഭാര്യയും മക്കളും സഹോദരനും അവരുടെ കുടുംബാംഗങ്ങളും ഉമ്മയും എല്ലാം ആ ദുരന്തത്തിൽ ഇല്ലാതായി. 11 പേരാണ് നൗഫൽക്കയ്ക്ക് ദുരന്തത്തിൽ നഷ്ടമായത്. അതിനുശേഷം നാട്ടിലെത്തിയ അദ്ദേഹം വഴി ഹോട്ടൽ തുടങ്ങി അതിൻ്റെ തിരക്കിലാണ്. കഴിഞ്ഞ 2018 പുത്തുമല ഉരുളുപൊട്ടിയിൽ കുറേ മനുഷ്യർ അതിൽ മരിച്ചുപോയി. ഇന്ന് ആരോട് ചോദിച്ചാലും അറിയില്ല അത് എന്നാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്താ ഡേറ്റ് എന്നൊന്നും ആർക്കറിയില്ല. ഇങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും പാടെ ഇതിനൊരു പേര് കാണണം. അപ്പോൾ അതിനിടാൻ പറ്റിയ പേര് ഞങ്ങളിങ്ങനെ ഇതാക്കിയപ്പോൾ ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇനി വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിൽ ആരെങ്കിലുമൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു കടൻ്റെ പേര് കണ്ടു കഴിഞ്ഞാൽ ജൂലൈ 30 എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കറിയാം ഇത് ഇന്നൊരു സംഭവമാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ അതിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, അവർക്ക് നല്ലത് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ആ പ്രാർത്ഥന അവർക്ക് കിട്ടും. ആ നാട്ടിൽ നിന്ന് പോയ എല്ലാവർക്കും, മരിച്ചുപോയ എല്ലാവർക്കും ആ പ്രാർത്ഥന കിട്ടും. അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു പേര് എന്നും ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് മുണ്ടക്കൈ ആ പള്ളിയുടെ വശത്ത് വലിയൊരു കല്ല് വീണ് അതിനപ്പുറത്ത് എൻ്റെ വീടിവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഒരു വർഷം മുമ്പ്. ആ ഒരു പോക്ക് പോയതാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. പോയാൽ പിന്നെ എനിക്ക് എൻ്റെ വീണ്ടും എന്തെങ്കിലുമൊക്കെ മനസ്സിനും ശരീരത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ഈ ഒറ്റപ്പെടലിനെ അതിജീവിക്കുന്നത്? അല്ല, ഒറ്റപ്പെടലായിട്ടല്ല, എനിക്കെല്ലാവരും ഉണ്ട്. എല്ലാം നല്ലവരായ ഒരുപാട് ആളുകളെ സപ്പോർട്ടുണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരുപാട് ആൾ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പോയത് പോയി, ഇനി അത് തിരിച്ചിട്ടില്ല. ഇനി എന്ത് മുന്നോട്ട്, അത് മാത്രമേ ഇവിടെ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. കഴിഞ്ഞതിനെക്കുറിച്ച് ആരും ഇതാകരുതെന്ന് പറയും. ഞങ്ങൾ പലരും എന്താ പറയുക, അങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സൊന്നും മായ്ക്കാൻ പറ്റുന്നതല്ല. എങ്കിലും അവരുടെ ഇടയിൽ നിന്നൊന്നും ഇത് നമ്മളെ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ അറിയിക്കാതെ പലരും പല സ്ഥലത്ത് മാറി നിന്ന് കരഞ്ഞ് അവരെ സങ്കടങ്ങൾ അങ്ങനെ തീർത്ത ആൾക്കാരുണ്ട്. ഓർമ്മകൾ ചില സമയത്തുണ്ടാവും. എന്തെങ്കിലുമൊക്കെ നമ്മൾ അവർ തമ്മിൽ, ഞാനും അവരും തമ്മിലുള്ള ഓരോ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഓർമ്മയിൽ വരുമ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ നടന്നു ഇന്ന സമയത്ത് ഇന്നതായിരുന്നു എന്നുള്ള അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും എൻ്റെ മൂത്ത മകളെയാണ് കൺഫേം ആയിട്ട് എനിക്ക് കിട്ടിയത്. ബാക്കി എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളെല്ലാം DNA കൂടെയാണ് എനിക്ക് കിട്ടിയത്. അത് കിട്ടാൻ തന്നെ മാസങ്ങളായി. അവരെ കവർ ചെയ്താന്ന് അറിയാൻ മാസങ്ങൾ പിടിച്ചു. ഉറങ്ങുന്ന സമയത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം എല്ലാം ക്ലിയറാണ്. അതിജീവനം എന്നൊക്കെ പറഞ്ഞ നൗഫൽഖാൻ്റെ ജീവിതമാണ്. ഒറ്റയ്ക്കായിപ്പോയ മനുഷ്യനെ ഒരു നാടും സുഹൃത്തുക്കളും എല്ലാവരും ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പരസ്പര സ്നേഹവും പരസ്പര സൗഹാർദ്ദവും ഒക്കെ നൽകുന്ന വലിയ ഊർജം. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.